പ്രൈസ് ദി ലോർഡ്. ദൈവം നാം മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. പ്രീതിമക്കളെ, എത്ര അത്ഭുതകരമാവണ്ണം ഓരോ ദിനവും നമ്മെ കാത്തുപരിപാലിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുത വഴികളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. കർത്താപ്പച്ചൻ ഓരോ ദിനവും നമ്മളെ നടത്തുമ്പോൾ അതിന് നമ്മൾ നന്ദിയുള്ളവരായി തീരണം. ഒരു പുതിയ ദിനം നമുക്ക് തന്നപ്പോൾ കർത്താവിന് സ്തുതി കരയറ്റുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനമാണല്ലോ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. നോക്കൂ, ഭൂമിയിലായിരിക്കുമ്പോൾ യജമാനന്മാർക്ക് തൻ്റെ ദാസന്മാരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും പറയുവാൻ കഴിയും, എന്തും ചെയ്യുവാൻ കഴിയും. അങ്ങനെ പക്ഷേ നോക്കൂ, ഇവിടെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. ഹല്ലേലൂയ. നാം ഇവിടെ പറയുന്നത് അനുസരിച്ചായിരിക്കും സ്വർഗത്തിലെ അപ്പച്ചനായ യജമാനൻ നമ്മയും കാണുന്നത്. ഹല്ലേലൂയ. നോക്കൂ, റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ഹല്ലേലൂയ. നോക്കൂ, മുഖപക്ഷം നോക്കാതെ ന്യായം വിധിക്കുന്ന കർത്താവാ നമുക്കുള്ളത്. ഹല്ലേലൂയ. ഇവിടെ എന്തെല്ലാം ചെയ്യുന്നോ നമ്മൾ മറ്റുള്ളവരെ ഏത് വിധേനയാണോ കാണുന്നത് അതുപോലെ ആയിരിക്കും കർത്താപ്പച്ചൻ നമ്മോടും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ പലതരത്തിലാണ് മുഖപക്ഷം കാണിക്കുന്നത്. ഹല്ലേലൂയ. പലരോടും പല രീതിയിലാണ് ഓരോരുത്തരും പെരുമാറുന്നത്. നോക്കൂ, എഫേസ്യർക്കെഴുതിയ ലേഖനം 6-9 ഇതേ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നു, യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇന്ന് പണവും പ്രതാപവും പ്രൗഢിയൊക്കെ ഉണ്ടെങ്കിൽ ഏത് വിധേനയും താഴ്ന്ന ഒരിച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ജീവിതങ്ങളെ എങ്ങനെയും അതായത് വാക്കിലൂടെ ആയാലും പ്രവൃത്തിയിലൂടെ ആയാലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, യജമാനന്മാരോട് കൽപ്പനയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദാസന്മാർ തങ്ങളുടെ യജമാനന്മാരോട് നന്നായി പെരുമാറുന്നത് പോലെ യജമാനന്മാരും തങ്ങളുടെ ദാസന്മാരോട് സ്നേഹത്തോടും ന്യായത്തോടും പെരുമാറണം. അതായത് ഭീഷണി വാക്കുകൾ ഹല്ലേലൂയ നോക്കൂ ഒഴിവാക്കണം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പലതരത്തിലാണ് പലരെയും ഭീഷണി വാക്കുകൾ പറഞ്ഞ് പലതും പറഞ്ഞവരുടെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ, നമ്മളുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എല്ലാവരുടെ യജമാനായ ദൈവം ഒരുവനാണെന്നുള്ള ആ ഒരു വാക്യം അത് നമ്മൾ ഓർമ്മയിരിക്കണം. നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നതിലും അധികമായിട്ടായിരിക്കും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കർത്താപ്പച്ചൻ നമ്മളോട് പ്രവർത്തിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി താഴ്മയോടെ വിനയത്തോടെ സൗമ്യതയോടെ ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 123-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ദാസന്മാരും ദാസിമാരും അവരവരുടെ യജമാനന്റെ യജമാനത്തിയുടെ അടുക്കൽ ചെന്ന് അവരുടെ മാർഗനിർദ്ദേശവും പരിപാലനവും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് പോലെ നാം നമ്മുടെ ദൈവത്തിൽ ഹല്ലേലൂയ തന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രീതിമക്കളെ, കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കി ഹല്ലേലൂയ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ, അതായത് തളരാതെ ഹല്ലേലൂയ ക്ഷീണിച്ചു പോകാതെ നിൽക്കുവാൻ കഴിയുന്നത്
ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഹല്ലേലൂയ ദൈവസന്നിധി സമർപ്പിച്ച് ജീവിക്കാം. ഹല്ലേലൂയ. ഒരു ദാസൻ എപ്പോഴും ഒരു യജമാനനെ കീഴ്പ്പെട്ടിരിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ യജമാനൻ നമ്മുടെ കർത്താവാണ്. പ്രിയ മക്കളെ, നമുക്ക് കർത്താവിനായിട്ട് ഹല്ലേലൂയ കീഴ്പ്പെട്ടിരിക്കാം. ഹല്ലേലൂയ. നോക്കൂ, എബ്രായർക്കെഴുതിയ ലേഖനം 13-17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ നടത്തുന്നവരെ നാം അനുസരിക്കണം. പ്രിയ മക്കളെ, അതും ഇതും പറഞ്ഞ് ഹല്ലേലൂയ വേദനിപ്പിക്കുവാനല്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മൾ ഓരോ കാര്യങ്ങളും അനുസരിച്ച് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മുന്നേറണം. വല്ലാത്ത കാലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴ്മയോട് ജീവിക്കണം. ഹല്ലേലൂയ. അതായത് നോക്കൂ, ദൈവിക ആലോചനകൾ പറഞ്ഞു കൊടുത്ത് ഹല്ലേലൂയ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു യഥാർത്ഥ യജമാനൻ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നോക്കൂ, അല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ക്രിസ്തുവിലുള്ള ഹല്ലേലൂയ ആ ഭാവം കർത്താപ്പച്ചൻ നമ്മളിലേക്ക് എങ്ങനെയൊക്കെ യേശുപ്പച്ചന്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നു തന്നോ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ ഹല്ലേലൂയ യോജിച്ച് നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ക്രിസ്തുവിൽ കീഴടങ്ങി ഹല്ലേലൂയ യജമാനനായാലും ദാസനായാലും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നുള്ള ഹല്ലേലൂയ ഉത്തമ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഏത് തലത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കട്ടെ, ഉന്നത ഹല്ലേലൂയ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഹല്ലേലൂയ ഏത് വിധേന നിങ്ങളുടെ അടുക്കലേക്ക് താഴ്മയുള്ള ഹല്ലേലൂയ അതായത് പാവപ്പെട്ടവർ കടന്നു വരുമ്പോൾ അവരെ നിങ്ങൾ വേണ്ടുന്നത് പോലെ ഹല്ലേലൂയ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ അതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ നമ്മൾക്ക് കഴിയണം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് പലർക്കും അതിന് കഴിയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ വലുതാണ്, എനിക്കാണ് എല്ലാ സ്ഥാനവും എന്നും പറഞ്ഞ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. താഴ്മയുള്ളവരെ അതായത് ഹല്ലേലൂയ എന്തെങ്കിലും ആവശ്യത്തിന് കടന്നു വരുന്നവരെ ഒന്നും തിരിഞ്ഞു നോക്കുവാൻ പോലും പലരും കൂട്ടാക്കുകയില്ല. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ആ ഹല്ലേലൂയ ഭാവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് താഴ്മയുള്ളവരെ ഹല്ലേലൂയ അതായത് എന്ത് സഹായത്തിന് വരുന്നോ അവരുടെ കാര്യങ്ങൾ ആരാഞ്ഞറിഞ്ഞ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഉത്സാഹം കാണിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. മറ്റുള്ളവരുടെ കുറവുകൾ ഹല്ലേലൂയ അവർക്ക് പരിഹരിച്ചു കൊടുക്കുവാൻ, അവരെ സഹായിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്കായിത്തീരാം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രിയ മക്കളെ, ഇനിയുള്ള ദിനങ്ങളിൽ ഹല്ലേലൂയ അപ്പ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, ഇന്ന് പ്രയർ ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അവരവരെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ, മറ്റുള്ളവരെ ഒന്ന് കരുതുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. കർത്താവെ, കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.